കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ് കർത്താവിൻ്റെ ആത്മീകത, കർത്താവിൻ്റെ നീതി, കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആത്മീകത. ഇതാണ് 5ഉം 6ഉം അധ്യായങ്ങൾ. 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും 6-ാം അധ്യായത്തിൽ ദൈവികമായൊരു ആത്മീകതയെക്കുറിച്ചുമാണ് കർത്താവ് പഠിപ്പിച്ചത്. 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ആ പുതിയ നിയമത്തിലെ പുതിയ സ്പിരിച്വാലിറ്റിയിലെ എന്താണ് പ്രാർത്ഥന, പിതാവേ എന്ന് വിളിക്കുന്ന ആ പ്രെയർ എന്താണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരു ജൽപ്പനത്തോടെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളതല്ല, അതേ മാതൃകയിൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതാണ്. ഇത് പുതിയ നിയമത്തിലെ പ്രാർത്ഥന തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പുത്രനാലല്ലാതെ ആരാലും സാധ്യമല്ല. ഇത് ക്രിസ്തുവിനെ ആശ്രയിച്ചുള്ളൊരു പ്രാർത്ഥന തന്നെയാണ്, കർത്താവിൻ്റെ നാമത്തിലുള്ളൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ കാരണം പുത്രന് മാത്രമേ പിതാവേ എന്ന് വിളിക്കാൻ അധികാരമുള്ളൂ. പുത്രത്വത്തിൻ്റെ ആത്മാവില്ലാത്ത ആർക്കും പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള വിളി മക്കളുടെ വിളിയാണ്. ആ മക്കൾക്ക് ഉള്ളതെല്ലാം ദൈവത്തിന് അറിയാം എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും പറഞ്ഞില്ലെങ്കിലും പിതാവേ എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് പുത്രനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരാളെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ മക്കളാകണം, ദൈവമക്കളാകണമെങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കണം. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ആ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം അനുഭവിക്കാൻ സാധിക്കില്ല. ദൈവം നമ്മുടെ രാജാവും കർത്താവുമായി വരുന്ന ഒരു അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, ദൈവമഹത്വം അന്വേഷിക്കുന്നതായിരിക്കണം. 2, ദൈവം മാത്രം കേൾക്കാനുള്ളതായിരിക്കണം, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനുള്ളതാകരുത്. സഭയായി കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സഭയിൽ മാത്രം അറിഞ്ഞാൽ മതി. ആ വിശ്വാസികൾ, മക്കൾ എല്ലാവരും കൂടി വന്ന് അപ്പനോടൊരു കാര്യം പറയുന്നത് നാട്ടുകാരെല്ലാം അറിയേണ്ട കാര്യമില്ല. പ്രാർത്ഥന രഹസ്യമായി കർത്താവിൻ്റെ അടുത്ത് ചെല്ലേണ്ടതാണ്, പിതാവിനോട് മാത്രം സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉപവാസം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്ന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഉപവസിക്കുമ്പോൾ എന്തിനാണ് ആളുകൾ മുഖം വിരൂപമാക്കുന്നത്? എന്തിനാണ് അയ്യോ വയ്യ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത്? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉപവസിക്കുകയെന്ന് നാട്ടുകാരെല്ലാം അറിയണം, അവർ ഭക്തന്മാരാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയണം. ഇന്ന് ആൾക്കാർ നല്ല കുളിച്ച് ഫ്രഷായിട്ട് പൗഡറൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ടാണ് ഉപവസിക്കുന്നത്. കാരണം എന്താ? കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എണ്ണ തേച്ച് കുളിക്കാൻ, അതുകൊണ്ട്. പക്ഷേ കർത്താവ് ഉദ്ദേശം എന്തിനാണെന്നറിയോ? ഇത് ആൾക്കാർ അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ അറിയിക്കുന്നുണ്ട്, നോട്ടീസ് കൊടുത്ത് എല്ലാവരും അറിയിച്ചിട്ടാണ് നമ്മൾ കുളിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ അനുസരിക്കുന്നു ഭാവിക്കുന്നത്. കുളിക്കുന്നതോ കുളിക്കാതിരിക്കുന്നതോ ചീകുന്നതോ ഒന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പ്രശ്നം നിങ്ങൾ ഉപവസിക്കുന്നത് നാട്ടുകാരെന്തിനാണ് അറിയുന്നത്. അവിടെ പറയുന്നത് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന്, അതാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിലാണ് ഉപവസിക്കുന്നത്. വേറൊരാൾ അറിയാതെ, കഴിവതും വേറൊരാൾ അറിയാതെ ഉപവസിക്കുന്നതാണ് കർത്താവിനിഷ്ടം. അവിടെയാണ് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലമുള്ളത്. എങ്ങനെയാണ് നമുക്കിത് ഈ വചനം ഇവിടെ ഇരിക്കുമ്പോൾ നോട്ടീസ് അടിച്ച് നാട് മുഴുവൻ ഉപവാസ പ്രാർത്ഥന ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ പച്ചയായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ ലംഘിക്കാൻ സാധിക്കുന്നത്? എന്നിട്ടും ദൈവത്തിൻ്റെ മഹത്വം അവിടെ വ്യാപരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നാട്ടുകാർക്ക് ആകെയുള്ള പ്രാർത്ഥനകൾ, നാട്ടുകാർക്ക് ആകെയുള്ള ഉപവാസം, പരസ്യമാക്കിക്കൊണ്ടുള്ള ഈ പരിപാടികൾ, ഞങ്ങൾ ഭക്തന്മാരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ഈ ഒരു ഭാവങ്ങളെല്ലാം കർത്താവ് വളരെ നിശിതമായിട്ടാണ് എതിർക്കുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. കാരണം ആൾക്കാരെല്ലാം നിങ്ങളെ പുകഴ്ത്തി പറയും. ആൾക്കാരെല്ലാം പറയും, ഓ അവർ ഇത്ര ദിവസം ഉപവസിക്കുന്നറിയോ, 40 ദിവസം കഴിഞ്ഞ ഉടനെ 21 ദിവസം, പിന്നെ ഒരു 10 ദിവസം, 3 ദിവസം, 7 ദിവസം, മാറി ഉപവാസമാണ്. അത് നാട്ടുകാർ മുഴുവൻ അറിയുന്നുണ്ട്. ചില ആൾക്കാർ നിങ്ങൾ പ്രാർത്ഥനാ വീരന്മാരെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉപവാസ വീരന്മാരെന്ന് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ കുറേ വീരന്മാരുണ്ട്.
ഈ പ്രാർത്ഥനാ വീരന്മാരാണ് എന്ന് ചിലരെക്കുറിച്ച് പറയാറുണ്ട്. അവർ പ്രാർത്ഥനാ വീരന്മാരാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് പബ്ലിക്കായിരുന്നുകൊണ്ടാണ് മനസ്സിലായത്. ദൈവമായിട്ട് അവർക്ക് ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കർത്താവിനോട് അവരുടെ കാര്യങ്ങളായിരിക്കും ബലം പിടിച്ച് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ പറയാണ്, എനിക്കൊരു ജോലി തരണേ, വീട് തരണേ, എൻ്റെ മക്കളെ സെറ്റിൽ ചെയ്യിപ്പിക്കണേ, എനിക്ക് ആവശ്യമുള്ള ധനമെല്ലാം തരണമേ, ഞാൻ ഇഷ്ടംപോലെ സമ്പത്തുള്ളവനായി മാറണമേ. ഇത് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കർത്താവിനെ ഒരു വലിയ ബന്ധമൊന്നുമില്ല. അവൻ്റെ കാര്യം സാധിക്കണം, അതിനുവേണ്ടിയാണ് അവൻ നിലവിളിക്കുന്നത്. അവൻ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 10 മിനിറ്റ് എടുക്കും. ഇതേ കാര്യം തന്നെയാണ് ഈ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇതേ കാര്യമാണ് പറയുന്നത്. ഭൗതിക വിഷയങ്ങൾ. എന്ത് ആത്മീക വർധന അതുകൊണ്ടുണ്ടാകുന്നത്? കൂടുതൽ മോഹികളായി നമ്മൾ മാറുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഒത്തിരി പേർക്ക് സംശയമുണ്ട്, ഇങ്ങേര് പറയുന്നത് ഈ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്നാണോ? ഒരിക്കലുമല്ല. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പക്ഷെ അതല്ല നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസ്. ഈ ഭൗതികമായ വിഷയങ്ങൾ കിട്ടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ദൈവം തീരുമാനിക്കും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരികയും ചെയ്യും. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാം. ദൈവത്തോട് അറിയിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അവൻ നമ്മുടെ പിതാവാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൊണ്ട് പറയാം. നിങ്ങൾ കടഭാരത്തിലുള്ളവരാണോ? ദൈവത്തോട് പറഞ്ഞാൽ കർത്താവ് അത് വിടുവിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യമുണ്ട്. തീർച്ചയായിട്ടും പറയുകയും ചെയ്യാം. പക്ഷേ പ്രാർത്ഥനയുടെ ഫോക്കസ് അതല്ല. പ്രാർത്ഥനയുടെ ഫോക്കസ് കർത്താവ് നിൻ്റെ ഇഷ്ടം. അതാണ് എപ്പോഴും പ്രാർത്ഥനയുടെ ഫോക്കസ്. അതുപോലെ തന്നെ ഉപവാസത്തിൻ്റെ ഫോക്കസ് അതാണ്. കർത്താവ് നിൻ്റെ കൂടെ ഇരിക്കാൻ, നിൻ്റെ കൂടെ ഉപവസിക്കാൻ, കൂടെ വസിക്കാനുള്ള, അത് മലയാളത്തിൽ എത്ര മനോഹരമായിട്ടുണ്ട്, ഉപവാസം എന്ന് പറയുന്നത്. കൂടെയുള്ള വാസം, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഉള്ള ഒരു ടൈമാണത്. അത് വേറൊരാളുടെ പരസ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യമല്ല. നാട്ടിൽ മുഴുവൻ നോട്ടീസ് അടിച്ച് പത്രത്തിൽ വരെ കൊടുത്തിട്ട് ഉപവാസം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ പരീക്ഷന്മാർ നെറ്റിയിൽ എഴുതി വയ്ക്കുമായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും കെട്ടിത്തൂക്കിയിടുമായിരുന്നു ദാനം ചെയ്ത് അങ്ങനെ എഴുതിയിട്ട്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നത്, ആ സെയിം ഫരിസൈക്ക് മെൻറ്റാലിറ്റി. പക്ഷെ ഇന്ന് ഒരു 100,000 ആത്മീക ന്യായീകരണങ്ങളോടുകൂടിയാണ് അത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആന്തരികമാണ്, ബാഹ്യമല്ല. ഒരു ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്ന വിഷയങ്ങൾ, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്ന വിഷയങ്ങൾ, മണവാളിനോട് സംസാരിക്കുന്ന വിഷയങ്ങൾ ബാഹ്യമാണോ? അത് വെളിയിൽ അറിയേണ്ടതാണോ? അല്ല. അതൊരു പ്രൈവസിയാണ്. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം അതുപോലൊരു പ്രൈവറ്റ് ഇൻറ്റിമേറ്റ് ബന്ധമാണ്. അത് അങ്ങനെ മാത്രമല്ല, അതൊരു കോർപ്പറേറ്റ് ബന്ധം കൂടെയാണ്. കാരണം നമ്മുടെ കൂടെയുള്ള ആ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൂടെ കൂടി വരുമ്പോൾ അതൊരു കൂട്ടായ കാര്യവും കൂടിയാണ്. എന്നാൽ അതിന് വെളിയിൽ അതിന് പ്രസക്തിയില്ല. ഇത്രയും ആളുകളുടെ ഉള്ളിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. ഈ രഹസ്യത്തിൽ കാണുന്ന രഹസ്യത്തിലുള്ള പ്രാർത്ഥന മുറി അടച്ചു. ഓക്കെ, രഹസ്യത്തിലുള്ള ഉപവാസം മുറി അടച്ചു, ആരും കാണുന്നില്ല. പ്രാർത്ഥന പക്ഷേ ഭയങ്കര ശബ്ദത്തിൽ നാട്ടുകാരെല്ലാം കേൾക്കുന്ന പോലെയാണ്. എത്ര ഉറക്കെ പ്രാർത്ഥിച്ചാലും നമുക്ക് ചില സമയത്ത് പതുക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ശബ്ദം ഉയർന്നു പോകും. കാരണം അതൊരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ പതുക്കെ പ്രാർത്ഥിച്ചാലും മനസ്സിൽ പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ചില ചർച്ചകളിലൊക്കെ അതിഭയങ്കരമായ ശബ്ദമലിനീകരണമാണ്. ഒരു ദിവസം ഞാനൊരു ചർച്ചിൽ ചെന്നിരിക്കുമ്പം എൻ്റെ വാച്ചിനകത്തൊരു അലർട്ട് വന്നു. ഹൈ ഡെസിബൽ സൗണ്ട്. അരമണിക്കൂർ ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ ചെവിയെ ഇത് ബാധിക്കും. തുടർച്ചയായ എക്സ്പോഷർ നിങ്ങളുടെ ചെവിയെ ഇല്ലാതാക്കി കളയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇത്ര ശബ്ദം കേട്ടപ്പോഴേക്കും ഇങ്ങനെ വന്നല്ലോ. അപ്പം ഞാൻ ശ്രദ്ധിച്ചെന്നറിയാം, ഈ ചർച്ചുകളുടെ ലൗഡ് സ്പീക്കർ ഉണ്ടല്ലോ, വലിയ ലൗഡ് സ്പീക്കറുകൾ, അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആരാന്നറിയോ? കുഞ്ഞു പിള്ളേരാണ്. 5 വയസ്സ് 8 വയസ്സ് 10 വയസ്സുള്ള പിള്ളേരെയാണ് ഈ സ്പീക്കറിന് മുമ്പിൽ കൊണ്ട് ഇരുത്തി. അവരുടെ ചെവിക്കകത്തോട്ടാണ് ഈ അതിഭയങ്കരമായ ഉണർവ് കടന്നു പോകുന്നത്. ഈ അതിഭയങ്കരമായ ഉണർവ് അവരുടെ ചെവികളെല്ലാം അടിച്ച് തകർത്തുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ബ്രെയിനിനെ വരെ ബാധിക്കുന്ന രീതിയിലാണ് അത് പോകുന്നത്. എന്തിനാണ് ഇത്രയും കോലാഹലം? സഹോദരങ്ങളെ, നമ്മൾ 100 പേരെ ഒന്നിച്ചു കൂടുമ്പോൾ 100 പേരുടെ ശബ്ദം പോരെ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഈ ദൈവം ഒത്തിരി ദൂരസ്ഥൻ എന്ന രീതിയിൽ നമ്മൾ സമീപിക്കുന്നതെന്നുള്ളത്? ഇത് ആത്മീയത, അതായത് സ്പിരിച്വാലിറ്റിയുടെ മതപരമായ വശങ്ങളെക്കുറിച്ചാണ് പ്രാർത്ഥന, ഉപവാസം, ഈ 2 വിഷയങ്ങളെക്കുറിച്ചും ദാനധർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞത്. ഇനി അടുത്തത് നമ്മുടെ ആന്തരികമായ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചാണ് ഇനിയുള്ള വാക്യങ്ങൾ പറയുന്നത്. എന്താണ് നമ്മുടെ ആന്തരികമായ ആത്മീയത? 19-ാം വാക്യത്തിൽ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. എത്ര മനോഹരമായ കൽപ്പന! എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല എന്തിനാണെന്നറിയോ? നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്ത് അത്ഭുതമല്ലേ? എന്നിട്ട് അയ്യോ, നിങ്ങളെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ നിങ്ങളിവിടെ നിക്ഷേപങ്ങൾ ഒരുക്കരുതെന്ന്? എവിടെ? മത്തായിയുടെ സുവിശേഷത്തിൽ. അത് യഹൂദന്മാർക്കുള്ളതാണ്. ഞാൻ രക്ഷപ്പെട്ടു. യേശു കർത്താവ് യഹൂദന്മാരുടെ മാത്രം ഗുരുവായിരുന്നു. കേട്ടിട്ടുണ്ടോ ഇത്?
ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ദുരുപദേശ സംഘം അതാണ് പഠിപ്പിക്കുന്നത്. യേശു യഹൂദന്മാരുടെ മാത്രം ഗുരുവായിരുന്നു, അതുകൊണ്ട് സുവിശേഷമൊന്നും നമുക്കുള്ളതല്ല. അപ്പോൾ പുഴുവും തുരുമ്പുമുള്ള ഇവിടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സ്വത്ത് സ്വരൂപിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കർത്താവിനെ അങ്ങ് വിട്ട് കളഞ്ഞാൽ, ഈ ടീച്ചിങ്സിനെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞാൽ നമുക്ക് വലിയൊരു ലാഭമുണ്ട്. നമുക്കിതൊന്നും അനുസരിക്കേണ്ട, ഭയങ്കര എളുപ്പമാണ്. ഈ കർത്താവ് അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ 21-ാം നൂറ്റാണ്ടിലും ഈ നീതി, ഈ ആത്മീകത മനുഷ്യരെ അസ്വസ്ഥരാക്കുന്നതും ഇന്ന് വീണ്ടും ജനിച്ചവർക്ക് പോലും ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ദയനീയമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡിപ്പോസിറ്റ് ഒന്നും ഉണ്ടാകരുതെന്നാണോ പറയുന്നതെന്ന്? ഇത് ഒരു ആന്തരികമായ പ്രിൻസിപ്പിളാണ്. ഞാൻ നിങ്ങളുടെ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഒരു ഇൻറ്റേർണൽ പ്രിൻസിപ്പിളാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇവിടുത്തെ നിക്ഷേപം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഒരു നിക്ഷേപം വേണമെന്നും ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ ദൈവം തരുമായിരിക്കാം, പക്ഷേ അത് നമ്മുടെ മൈൻഡിൽ ഒരു വിഷയമല്ല, പ്രാർത്ഥനയ്ക്കൊരു വിഷയമല്ല, നമ്മുടെ ഒരു ആഗ്രഹം പോലുമല്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ഭൂമിയിലെ നശിച്ചു പോകുന്നതിന്മേൽ ഇരിക്കാൻ പാടില്ല. ഓക്കെ, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഈ വാക്യം പുതിയ നിയമത്തിലെ ആ ഒരു നീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഫോക്കസ്ഡ് ആയിരിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ചില ആൾക്കാർ പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം, അല്ല എങ്ങനെയെങ്കിലും എൻ്റെ മക്കളൊന്ന് സമാധാനമായിട്ട് സെറ്റിലായി കാണണം, എന്നിട്ട് സമാധാനമായിട്ട് കണ്ണടയ്ക്കണം, എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നല്ലപോലെ ജീവിച്ച് മരിക്കണം. ഇങ്ങനെ പല ഫോക്കസിലാണ് ആളുകൾ ജീവിക്കുന്നത്. എന്നാൽ വീണ്ടും ജനിച്ച ഒരാൾക്ക് അവൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൊടുക്കുന്ന ആത്മാവിനെ നിർബന്ധിക്കുന്ന ഒരൊറ്റ ഫോക്കസ് ഉണ്ട്. അതെന്താണെന്നറിയോ? എനിക്ക് കർത്താവിനെ പോലെ ഒരു രൂപാന്തരം വേണം, യേശുവിന് മുമ്പിൽ തേജസ്സോടെ പോയി നിൽക്കണം, യേശുവിന് മുമ്പിൽ തേജസ്സോടെ പോയി നിൽക്കണം എന്നുള്ളൊരൊറ്റ ഫോക്കസിലേക്ക് ലൈഫ് തിരിച്ചു നോക്കി. ഇതിനിടയിൽ നമ്മൾ ചിലപ്പം പല കാര്യങ്ങൾ സന്തോഷിക്കും. ഒന്നിച്ച് കുടുംബമായിട്ട് പോയൊരു ഹോട്ടലിൽ പോയിരുന്നൊരു ഫുഡ് കഴിക്കുമ്പോൾ സന്തോഷിക്കുമായിരിക്കും, പക്ഷേ ആ സന്തോഷത്തിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു ജോലി കിട്ടുമ്പോൾ സന്തോഷിക്കുമായിരിക്കും, പക്ഷേ അതിനുവേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒന്നിനോട് ഡിവോട്ടഡാണ്. ആ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണം. ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ കർത്താവിനെ പോലെ ഒരു ദിവസം സ്വർഗത്തിൽ നിൽക്കണം, തേജസ്സോടെ നിൽക്കണം, നീതിയോടെ നിൽക്കണം, ഞങ്ങൾ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കണം. അത് എൻ്റെ ഫോക്കസായി കഴിയുമ്പം ഇതിനിടയിൽ ചില കാര്യങ്ങൾ വരും, ചില കാര്യങ്ങൾ പോകും, ചിലത് നഷ്ടപ്പെടും, ചിലത് കിട്ടും, ഇങ്ങനെ അത് വന്നും പോയിക്കൊണ്ടിരിക്കും. അതിലെല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാകാം, ചിലപ്പോൾ സങ്കടം ഉണ്ടാകാം, ഇങ്ങനെ പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ നമ്മുടെ ഫോക്കസ് ഒരിക്കലും മാറുന്നില്ല. ഫോക്കസ് വൺ ഡേ ഐ ഷാൽ ബി ലൈക്ക് ക്രൈസ്റ്റ്. ഈ ഫോക്കസ് ഒരിക്കലും മാറുന്നില്ല. അതാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം എന്ന് പറയുന്നത്. ഹിസ് ഹാർട്ട് ഓൾവേസ് ബീറ്റ്സ് ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ഹിസ് ഗ്ലോറി. ദൈവരാജ്യവും അതിൻ്റെ നീതിയും അതിൻ്റെ മഹത്വവും, ഇതാണ് ആ മൈൻഡിൻ്റെ ഫോക്കസ്. അപ്പോൾ അതിനിടയിൽ ലോകത്തിൽ പല സന്തോഷങ്ങളുണ്ടാകും, പല സങ്കടങ്ങളുണ്ടാകും. പക്ഷേ ഇനി ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ അംബീഷൻ, വി ബിക്കം വെരി അംബീഷ്യസ്, എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന സൈഡിലൂടെ വരുന്നു. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ്. ഇതാണ് ഫോൾസ് സ്പിരിച്വാലിറ്റി. അവിടെയാണ് നമ്മൾ സ്വരൂപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, സമ്പത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ ലക്ഷ്യം സക്സസ് ആണ്, ക്രിസ്തു അല്ല. സക്സസ് ഉണ്ടാകാൻ വേണ്ടി, ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ വേണ്ടി അവർ ദൈവത്തെ ആശ്രയിക്കുന്നു, പണം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നു. അപ്പം ഫോക്കസ് എന്ന് പറയുന്നത് പണമാണ്, കർത്താവല്ല. ഈ ഒരു ഫോക്കസിലേക്ക് പോകുമ്പം നമുക്ക് ചിലപ്പോൾ പണം വരും, പോവും. നമ്മുടെ ഫോക്കസ് എന്താണ്? കുറേ കാശുകൾ ഉണ്ടാക്കി സെറ്റാണ്, ഞങ്ങൾ പിള്ളേരൊന്നും കഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ സ്വർഗത്തിലെ പിതാവ് അവൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു. ഇതാണ് ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത്, എന്താണ് നിങ്ങൾ അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഓരോ ദിവസവും കടന്ന് ഇങ്ങനെ പോകുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട്? നിങ്ങളുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവടുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് നേരെയുള്ള കണ്ണ്, ക്രിസ്തുവിലേക്ക് നോക്കുന്നൊരു കണ്ണാണെങ്കിൽ ആ ശരീരം മുഴുവൻ പ്രസാദമുള്ളതായിരിക്കും, പ്രകാശമുള്ളതായിരിക്കും. എന്നാൽ കണ്ണ് കേടുള്ളതാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്ന പല വിടക്ക് കണ്ണുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മുഴുവൻ ഇരുണ്ടതായിരിക്കും. അപ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് നോക്കാത്ത എല്ലാ സമയത്തും, സ്വർഗത്തിലെ നിക്ഷേപത്തിലേക്ക് നോക്കാത്ത എല്ലാ സമയത്തും നമ്മൾ ഇരുട്ടിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസികളുടെ ഗതി ഇതായാൽ അവിശ്വാസികളുടെ ഗതി എന്താണെന്നാണ് അടുത്ത ചോദ്യം. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ, അതായത് ദൈവത്തെ ഫോക്കസ് ചെയ്ത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ട നിൻ്റെ ഹൃദയത്തിലും ലോകത്തിൻ്റെ സ്നേഹമാണുള്ളതെങ്കിൽ, ലോകത്തിലേക്ക് നോക്കുന്ന ഒരു കണ്ണാണുള്ളതെങ്കിൽ, ഈ ഭൂമിയിൽ ഇരുട്ട് എത്ര ഭീകരമായിരിക്കും.
എല്ലാവരും ഇരുട്ട് താമസിക്കുമ്പോൾ ആകെയുള്ള വെളിച്ചം എന്ന് പറയുന്നത് സ്വർഗത്തിലെ മഹത്വത്തിലേക്ക് നോക്കുന്ന നമ്മളാണ്, മലമേലിരിക്കുന്ന പട്ടണം പോലെ. പക്ഷെ നമ്മളും ഇരുട്ടായി പോയാൽ, അത് കർത്താവ് പറയും, നമ്മളും ഈ ലോകത്തെക്കുറിച്ച് മോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളും മറ്റുള്ളവരെ പോലെ കണ്ണ് തിരിച്ചാൽ, കണ്ണിൽ നിന്ന് ദൈവികമായ പ്രകാശം വരാതിരുന്നാൽ, ഈ ഭൂമിയിലെ ഇരുട്ട് എത്ര വലിയതായിരിക്കും. ഈ ഭൂമിയിൽ ഇരുട്ട് ഭീകരമായിരിക്കുമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇത് ഒരു വളരെ ഭയങ്കരമായൊരു പ്രസ്താവനയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവത്തെയും സാത്താനെയും ഒരുപോലെ സേവിക്കുമെന്ന് പറയാത്തത്? അതല്ലേ, ദൈവം സാത്താനുമാണല്ലോ എതിരാളി. ഈ വെളിച്ചം ഇരുട്ട് അത് രണ്ടിനെയും പറഞ്ഞിട്ടാണ് ദൈവത്തെയും മാമോനെയും കുറിച്ച് പറയുന്നത്. രണ്ടുപേരും ഒരേ സമയത്ത് സേവിക്കാൻ പറ്റില്ല. നമുക്ക് ഒരേ സമയത്ത് സ്വർഗത്തിലെ തേജസ്സിനെയും അതേ സമയത്ത് തന്നെ ഭൂമിയിലെ തേജസ്സിനെയും ലക്ഷ്യം വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ആ സിംഗിൾ എയിം നിങ്ങൾ തിരഞ്ഞെടുക്കണം. വാട്ട് ഡു യു വാണ്ട്? കർത്താവിനെ വേണോ, ലോകത്തെ വേണോ? ലോകത്തെ നേടാൻ വേണ്ടി കർത്താവിനെ വേണോ? അപ്പം നേടുന്നത് ലോകമാണോ, നേടുന്നത് ക്രിസ്തുവിനെയാണോ? നേടുന്നത് ഈ ലോകത്തിലെ സമ്പത്താണോ, ക്രിസ്തുവിനെയാണോ? ഈ ഒരു ചോദ്യത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നത് രണ്ടിനെ ഒന്നിച്ച് സെർവ് ചെയ്യാൻ പറ്റിയില്ല. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെയും സമ്പാദിക്കാം അവിടെയും കിട്ടും, രണ്ടിടത്ത് പറ്റും. നോട്ട് പോസിബിൾ. 2 യജമാനന്മാരെ, മാമോൻ എന്ന് പറയുന്ന പണത്തെയാണ് മാമോൻ എന്ന് പറയുന്നത്, സമ്പത്ത് തരുന്ന ദൈവം. ഈ സമ്പത്ത് തരുന്ന ദൈവത്തെ, സമ്പത്തിൻ്റെ ദൈവത്തെയും നിത്യതയുടെ രാജാവായ ദൈവത്തെയും ഒരേപോലെ സേവിക്കാൻ സാധിക്കില്ല. ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും, അല്ലെങ്കിൽ ഒരുത്തനെ സ്നേഹിച്ച് മറ്റവനെ പകയ്ക്കും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് മാമോൻ, എന്തുകൊണ്ട് സാത്താൻ നേരിട്ട് വരുന്നില്ല? നമുക്കറിയാം, സാത്താനും ദൈവവും കൂടെ ഒന്നിച്ചു വന്നാൽ ലോകത്തിൽ സാത്താൻ വർഷിപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പോലും സാത്താൻ്റെ കൂടെ നിൽക്കത്തില്ല. കാരണം ഈ സാത്താൻ ആരാന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവർ സാത്താൻ്റെ കൂടെ നടക്കുന്നത്. പക്ഷെ സാത്താൻ യഥാർത്ഥത്തിൽ അവർക്ക് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഓടും, ജീവനും കൊണ്ട് ഓടും. ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും സാത്താനെ സപ്പോർട്ട് ചെയ്ത് പോയില്ല, ദൈവത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. സാത്താൻ അറിയാം. അപ്പോൾ സാത്താന് വേണ്ടത് ഒരു മായാപ്രപഞ്ചമാണ്. ഈ മായാപ്രപഞ്ചത്തിൽ ഭംഗിയുള്ളതിനെ മുമ്പിൽ നിർത്തുക. നമ്മുടെ പരസ്യങ്ങൾ പോലെയാണ് അത്. ഭംഗിയുള്ളതിനെ മുമ്പിൽ നിർത്തിയാണ് സാത്താൻ കളിക്കുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനൊരു കഥ ചെറുപ്പത്തിലെ കേട്ടതാണ്. ബൈബിളുമായിട്ട് യാതൊരു ബന്ധമുള്ളൊരു കഥയല്ല, ജസ്റ്റ് ഒരു മോറൽ സ്റ്റോറിയാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിയുന്ന എൻ്റെ പടിവാതിൽക്കൽ ചെന്നു. ഇതാണ് കഥ. അവിടെ ഒരു ദൂതൻ നിൽപ്പുണ്ടായിരുന്നു. ഈ ദൂതൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ? ഇപ്പം ക്രിസ്ത്യാനി പോലും എഴുതിയ കഥയല്ല കേട്ടോ, ഇതൊരു ചുമ്മാ ഒരു നാടോടി കഥ പോലത്തെ ഒരു കഥയാണ്. അപ്പോൾ അദ്ദേഹം സ്വർഗത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് നോക്കിയിട്ട് പറയാം, ഈ എന്താ പറയുന്നത്, ഇതാണോ ഏതാണോ നല്ലതെന്ന് നോക്കി തീരുമാനിക്കാൻ ഈ ദൂതൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ ആദ്യം സ്വർഗ്ഗം ഒന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞ് ആദ്യം സ്വർഗ്ഗം കാണാൻ വേണ്ടി പോയി. സ്വർഗത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇദ്ദേഹം കണ്ടത് ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ബോർഡ്, സ്വർഗ്ഗം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് ബൈബിൾ വായിക്കുന്നു. കുറേ പേര് അവിടെ ഇരുന്നുകൊണ്ട് കൈയടിച്ച് പാട്ട് പാടുന്നു. ഈ പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താണ് ഇത്, ഭൂമിയിൽ ഇത് തന്നെ, ഇവിടെ ഇത് തന്നെ, ഇതെനിക്ക് വലിയ തൃപ്തിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ദൂതനോട് പറഞ്ഞു, എനിക്ക് നരകം കൂടെ ഒന്ന് കണ്ടാക്കൊള്ളാം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ കണ്ടോളാൻ പറഞ്ഞു. അപ്പം നരകത്തിൽ എടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത് വലിയൊരു ഗ്ലാസ് കൊട്ടാരമാണ്. കണ്ണഞ്ചിപ്പിക്കുന്നൊരു ഭയങ്കര ബിൽഡിങ്ങാണ്. പഴയ പോലെ പൊട്ടിപ്പൊളിഞ്ഞ ബോർഡൊന്നുമല്ല. ഇയാൾ ചെന്നിട്ട് ഈ നരകത്തിൻ്റെ വിൻഡോ, ഗ്ലാസ്സാണ്, മുഴുവൻ ഗ്ലാസ്സാണ്, ഒരു ഗ്ലാസ്സിലൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കിയപ്പം അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ്, ഡാൻസ് ബാറുകൾ, ആളുകൾ എൻജോയ് ചെയ്യുന്നു, ചിരിച്ചു മറിയുന്നു, എല്ലാ അരാജകത്വമുള്ള ഭയങ്കര ലോകത്തിൻ്റെ ഹെഡോണിസ്റ്റിക് എൻജോയ്മെൻറ്റ്സ് മൊത്തമുള്ളൊരു സ്ഥലം. പുള്ളി ദൂതണ്ട് പറഞ്ഞു, ആരെങ്കിലും ആ വഴിക്ക് പോവോ? എനിക്ക് ഈ കണ്ണാടിക്കൂടിനകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അത്ര മനോഹരമാണ്. ദൂതൻ പറഞ്ഞു, ഓക്കെ, ഒരിക്കൽ അകത്ത് കയറിയാൽ പിന്നെ വെളിയിറങ്ങാൻ പറ്റില്ല. പുള്ളി പറഞ്ഞു, വേണ്ട, എന്തിനാണ് വെളിയിറങ്ങുന്നത്? ആവശ്യത്തിന് ഫുഡ്, ആവശ്യത്തിന് എൻജോയ്മെൻറ്റ്, മൂവി, പലതരത്തിലുള്ള സിനിമകൾ ഓടുന്നു, എല്ലാം ഭയങ്കര ലോകപരമായ എൻജോയ്മെൻറ്റിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളി ഡോർ തുറക്കലും 2-3 കുട്ടിപ്പിശാശുക്കൾ വന്ന് ഇവനെ തൂക്കി എടുത്തുകൊണ്ടുപോയി ഒരു ചട്ടിക്കകത്തിട്ട് വറക്കുക. ഇവൻ അലറി വിളിച്ചു. അവൻ പറഞ്ഞു, വെളിയിൽ നോക്കിയപ്പോൾ ഇതല്ലല്ലോ കണ്ടത്, ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചപ്പം മെയിൻ ആൾ വന്നിട്ട് പറഞ്ഞു, ഇതാണ് നരകം. ഞങ്ങൾ നരകത്തിലേക്ക് ആളുകളെ പിടിക്കുന്നത് ഇങ്ങനെയാണ്. വെളിയിൽ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു പരസ്യം പോലെയേ ഉള്ളൂ, അത് ഞങ്ങളുടെ പരസ്യമാണ് നീ വെളിയിൽ നിന്ന് കണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇത് 2 ലോകം. ഒരിക്കലും സാത്താൻ നേരിട്ട് വരാതെ മാമോൻ എന്ന മനോഹരമായ സുന്ദരനായ ഒരാളെ മുമ്പിൽ നിർത്തിയാണ് സാത്താൻ ഈ ഡിസപ്ഷൻ മുഴുവൻ ചെയ്യുന്നത്. ഈ മാമോനെ നിഷേധിക്കാൻ ആരും തയ്യാറല്ല.
അവിടെയാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. ശരിക്കും കർത്താവുമായിട്ട് എതിരിട്ട് നിൽക്കുന്നത് മാമോനാണ്, സമ്പത്തിൻ്റെ ദൈവം. ഈ സമ്പത്താണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പത്ത് കിട്ടാൻ വേണ്ടിയാണ്, മാമോനെ കിട്ടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ചെല്ലുന്നത്. അപ്പോൾ യജമാനൻ മാമോനും ഈ മാമോനെ കൊണ്ടുതരുന്ന ദൈവം എൻ്റെ സെർവൻറ്റുമായിട്ട് വന്നിരിക്കുക എന്ന് നിങ്ങൾ ഈ ശുശ്രൂഷകൾ കേട്ട് നോക്ക്. നിങ്ങൾ ഈ ടി വിയിലൂടെ വരുന്ന ശുശ്രൂഷകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ദൈവം, അവരാരെയാണ് മഹത്വപ്പെടുന്നത്. അവരുടെ വയറാണ് ദൈവം. ഇത് വലിയ വയറുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, ഈ ഉദരപൂരണം ആത്മീയതയാക്കി മാറ്റിയവരെ കുറിച്ചാണ് പറയുന്നത്. സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. ഈ ലോകത്തിൻ്റെ മായ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നൊരു സാധനമാണ്. ഇത് തരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ പോയി കുരുങ്ങരുത്, അത് അപകടകരമാണെന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് പറയാണ്, രണ്ടുപേരെ ഒരേപോലെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഒരുത്തിനെ ത്യജിച്ചാലേ മറ്റയാളെ കിട്ടുള്ളൂ. ഒരുത്തിനെ നിരസിക്കണം, നോ എന്ന് പറഞ്ഞാൽ മാത്രമേ മറ്റയാളെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? വിചാരപ്പെട്ട ഉറപ്പായിട്ടും മാമോൻ്റെ കൂടെ പോകും. അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല. വിചാരപ്പെടുന്നവൻ മാമോൻ്റെ കൂടെ പോയിരിക്കും. കാരണം മാമോൻ്റെ ഏറ്റവും വലിയ കൊളുത്ത് എന്തെന്നറിയോ? നമ്മുടെ ആങ്സൈറ്റിയാണ്. നാളെ എങ്ങനെ ജീവിക്കും, പിള്ളേരുടെ കാര്യം എന്താകും, ഉപജീവന ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ മാമോൻ നമ്മളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹുക്കെന്ന് പറയുന്നത് ഈ പിതാവിലുള്ള ട്രസ്റ്റ് പോകുന്നതാണ്. നാളെക്കുറിച്ച് ഞാൻ ആകുലചിത്തനായി കഴിയുമ്പം എന്ത് സംഭവിക്കും? നാളത്തേക്കുള്ളത് കരുതണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ആകുല ചിന്ത, അയ്യോ എങ്ങനെ നടക്കുമെന്നുള്ള ആകുല ചിന്ത വരുമ്പോൾ എന്ത് സംഭവിക്കും? മാമോൻ്റെ ഹുക്ക് നമ്മുടെ ഹൃദയത്തിൽ വീഴും. കർത്താവ് പറയാണ്, രണ്ടുപേരെ സേവിക്കാൻ സാധിക്കില്ല. ഈ മാമോൻ്റെ ഹുക്ക് തീർച്ചയായിട്ടും വന്ന് വീഴും. അതുകൊണ്ട് ആകുലപ്പെടരുത്, നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ദൈവം ആരാണ്, ദൈവം എന്താണ് നമുക്ക് തരുന്നത്, ആ ഒരു കാര്യങ്ങളുടെ മഹത്വം, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും. അതാണ് ഈ പ്രോമിസ് തുടങ്ങുന്നത്. നിങ്ങൾ മാമോനെ നോക്കണ്ട, നിങ്ങൾ സമ്പത്തിനെ നോക്കണ്ട, അത് നിങ്ങളെ അടിമയാക്കും. നിങ്ങൾക്ക് ദൈവത്തെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ സെർവ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് നോക്കരുത്, ആഗ്രഹിക്കരുത്. നിങ്ങൾ എന്നെ നോക്കിക്കോ. കർത്താവ് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തെ നോക്ക്, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തന്നോളാം. ഡോണ്ട് ലുക്ക് ടു ദ വേൾഡ്. കർത്താവിനെ നോക്കിക്കോ, പ്രാർത്ഥിച്ചോ, കർത്താവിനെ ആഗ്രഹിച്ചോ, വേറൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായുള്ളതെല്ലാം ദൈവം തന്നിരിക്കും. അല്ലാതെ വല്ലാതെ യാചിക്കയിൽ ഒന്നും ലഭിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏതുകൊണ്ട്? ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? അപ്പോൾ നമ്മുടെ ആഹാരം, നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു അതിനേക്കാൾ വലുതാണ് ജീവൻ, അല്ലേ? നമ്മുടെ ശരീരത്തേക്കാൾ വലുതാണ് ഉടുപ്പിനേക്കാൾ വലുതാണ് നമ്മുടെ ശരീരം. അപ്പോൾ നമ്മൾ ഈ ചോദിക്കുന്ന സാധനങ്ങൾക്ക് അത്ര വിലയൊന്നുമില്ല. അത് ദൈവം ചുമ്മാ തരാൻ തയ്യാറാണ്. നമുക്ക് ഈ ശരീരം തന്ന ദൈവം, ജീവൻ തന്ന ദൈവം, നമുക്ക് അതിനുള്ള പോഷണവും തരാൻ പറ്റിയ ആളാണ്. ദൈവം തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. ഇത്രയും വിലയുള്ള ശരീരം, ഇത്രയും വിലയുള്ള ജീവൻ നമുക്ക് തന്ന കർത്താവിന് അതിനേക്കാളൊക്കെ വില കുറഞ്ഞ ഈ സാധനങ്ങൾക്ക് എന്താണ് പാട്? തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. അപ്പോൾ ഇത് ഒരു ആകാശത്തിലെ പറവകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനൊരു എക്കണോമിക് വ്യവസ്ഥയില്ല, അധ്വാനിക്കേണ്ട കാര്യമില്ല, അതിനുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു എക്കണോമിക് വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇവിടെ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആരും അധ്വാനിക്കാതെ കഴിക്കുന്നില്ല. എന്നാൽ ഈ കർത്താവ് പറയുന്നത് എന്താണ്? അവ അധ്വാനിക്കുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിക്കുന്നില്ല. പക്ഷെ അവരുടെ അധ്വാനം അതല്ല. താഴെ വയലിലെ താമര എങ്ങനെ വളരുന്നു നോക്കുവിൻ, അവൻ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവ് അവർ അധ്വാനിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എല്ലാ സൃഷ്ടിയും അധ്വാനിക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. ഒരു പക്ഷി എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ട്. ഒരു വയലിലെ താമര തന്നെ അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് ഒത്തിരി കഷ്ടപ്പെട്ടാണ് സർവൈവ് ചെയ്യുന്നത്. നമുക്കതിന് ബുദ്ധിയില്ല, ജീവനില്ലെങ്കിൽ പോലും. എന്തുകൊണ്ട് അധ്വാനിക്കുന്നില്ല എന്ന് പറഞ്ഞത്? ഇവരാരും നാളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ടല്ല അധ്വാനിക്കുന്നത്. അതായത് ഇതൊരു ഭാരമുള്ള അധ്വാനമല്ല, സ്വാഭാവികമായി അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. കിളികൾ, പക്ഷികൾ, മൃഗങ്ങളെല്ലാം അവർക്ക് നാളെക്കുറിച്ചൊരു ചിന്തയില്ല, ആ ഒരു ബുദ്ധിയില്ല. പക്ഷേ കർത്താവ് പറയാണ്, അവ ഒന്നുമില്ലാതെ തന്നെ അവയെ പുലർത്തുന്നു. അതിനർത്ഥം നിങ്ങൾ നാളെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നല്ല, നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ടതാണ്. കാരണം നമ്മൾ വിശേഷതയുള്ളവരാണ്, നമ്മൾ നാളെക്കുറിച്ച് ചിന്തിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. താഴോട്ട് പറയുന്നത്,
നിങ്ങൾ ഒരിക്കലും എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. മിക്കവാറും ജാതികൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, എന്തായിരുന്നു ഉച്ചയ്ക്ക് കറി, എന്താ, ഇതല്ലേ അറിയുന്നത്. ഈ സാരി എവിടെ നിന്ന് വാങ്ങിച്ചതാ, ഈ ഷർട്ട് എവിടെ നിന്ന് കിട്ടിയതാ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും കോൺവെർസേഷൻ. എന്തുകൊണ്ടാണ്? അവർക്കതേ അന്വേഷിക്കാനുള്ളൂ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. ഈ തിന്നുക, കുടിക്കുക, ഉടുക്കുക, ഇതല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല. ജാതികളുടെ അവസ്ഥ അതാണ്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു പിതാവുണ്ട്. നമ്മുടെ പിതാവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തുവാൻ മതിയായ ദൈവമാണ്. അവൻ തീർച്ചയായിട്ടും നമ്മളെ പുലർത്തിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചുമ്മാ ഇരുന്ന് അധ്വാനിക്കാതെ പുലർത്താമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അധ്വാനിക്കാൻ പറ്റാതെ നിങ്ങൾ നിസ്സഹായരാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. എന്നാൽ ഓരോ മനുഷ്യരും അധ്വാനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യരെ ആക്കിയപ്പോൾ തന്നെ അധ്വാനവും അതിൻ്റെ കൂടെ വെച്ചിരുന്നു. അധ്വാനിക്കാതെ ജീവിക്കാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. ഇവിടെ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അന്നന്നത്തെ വിചാരം മതി. നാളത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. നാളെ ഈ ദൈവം നിങ്ങളുടെ പിതാവായി നിങ്ങൾക്കുണ്ട്. ഇന്നത്തെ അധ്വാനത്തിൽ തൃപ്തനായിരിക്കുക, സമാധാനമായിരിക്കുക. ദൈവം നിങ്ങളെ പുലർത്തിക്കൊള്ളും. പക്ഷേ നിങ്ങളുടെ ദൃഷ്ടി ഒരിക്കലും സമ്പത്തിന് നേരെ തിരിക്കരുത്, ദൈവത്തിന് നേരെ തിരിച്ചുകൊള്ളുക. അതുതന്നെയാണ് രക്ഷാമാർഗം, അതുതന്നെയാണ് നമ്മുടെ സന്തോഷം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ദൃഷ്ടിയെ തെറ്റിക്കുന്ന, ഉത്കണ്ഠയിൽ ഞങ്ങളെ വീഴിക്കുന്ന അനേകം പ്രലോഭനങ്ങൾ ഞങ്ങളുടെ ചുറ്റും വരുമ്പോൾ കർത്താവെ, അങ്ങയോടുള്ള ഏകാഗ്രതയോടെ അങ്ങയെ മാത്രം അന്വേഷിക്കാൻ, അങ്ങയുടെ നീതി മാത്രം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നശിച്ചു പോകുന്നതിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി വെക്കാതിരിക്കാൻ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.